നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കൂ. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും വീണ്ടും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ള ഈ എഡ്യൂക്കേഷൻ മേഖലയിൽ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ വന്നിട്ടുള്ളത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മളിവിടെ സ്നേഹം നൽകാൻ വന്നവരാണ്. നമ്മുടെ യഥാർത്ഥ സ്വഭാവം സ്നേഹമാണ് എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ സ്നേഹത്തിൽ തന്നെ നിലകൊള്ളുന്ന നമ്മൾക്ക് ഇവിടെ നിന്നും ഒന്നും ലഭിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇവിടെ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് നമുക്കിവിടെ സ്ട്രെസ് ഉണ്ടാകുന്നത്. നമ്മൾ പരസ്പരം കമ്പയർ ചെയ്യുന്നു. അവർക്ക് എന്നെക്കാളും കൂടുതൽ കിട്ടി, കൂടുതൽ പണക്കാരനാണ്, കൂടുതൽ സുന്ദരനാണ്, കൂടുതൽ കഴിവുകളുള്ള ആളാണ്, അപ്പോൾ അതുപോലെ ആവാൻ ഞാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അതൊരിക്കലും അവസാനിക്കില്ല. എപ്പോഴും പുറമേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മളെക്കാളും ബെറ്ററായിട്ടുള്ള ആൾക്കാരെ മാത്രമേ കാണാൻ സാധിക്കൂ, അല്ലെങ്കിൽ ബെറ്ററായിട്ട് ജീവജാലങ്ങളെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കതിനൊരു അവസാനമില്ല. അതുകൊണ്ടാണ് ആഗ്രഹങ്ങൾക്കൊരു അവസാനമില്ല എന്ന് പറയുന്നത്. അപ്പോൾ ഈ കമ്പാരിസൺ അവസാനിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം മനസ്സിലാവണം നമുക്ക് എല്ലാം ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത്. ആ ലഭിച്ചതുകൊണ്ട് മാത്രമാണ് നമുക്കവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ ജീവൻ, ലൈഫ് ഫോഴ്സ് അതുള്ളതുകൊണ്ടാണ് എനിക്കിതൊക്കെ അവിടെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ തന്നു കഴിഞ്ഞു. ഇനി ആ ലൈഫ് ഫോഴ്സ് നമ്മൾ ലഭിച്ച പോലെ തന്നെ നമുക്ക് എത്രത്തോളം യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ഡിഫറൻസസും ഇല്ലാതെ പാർഷ്യാലിറ്റി ഇല്ലാതെ നൽകിയ പോലെ നമ്മളും പാർഷ്യാലിറ്റി ഇല്ലാതെ നൽകിക്കൊണ്ടിരിക്കണം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കിയത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. എല്ലാ ജീവജാലങ്ങൾക്കും അതിന് വേണ്ടത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ സ്ട്രഗിളില്ല, അവിടെ കമ്പാരിസൺസ് ഇല്ല. നമ്മൾ നമ്മുടെ ചിന്താഗതി കൊണ്ട് പല തിയറീസ് ഉണ്ടാക്കുന്നു. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് എന്നുള്ള തിയറീസൊക്കെ മനുഷ്യനുണ്ടാക്കുന്നതാണ്. ശരിക്കും അവിടെ യാതൊരു സ്ട്രഗിളും ഇല്ല. അവർക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവരത് മാനിഫെസ്റ്റ് ചെയ്യും, ലഭിച്ചിട്ടില്ലെങ്കിൽ അവർ അങ്ങനെ നിൽക്കും. ഇപ്പോൾ മരങ്ങളെ നോക്കിയാലേ ഓട്ടം സീസൺ ആകുമ്പോൾ ഇലയൊക്കെ പോകുന്നു, മഴ പെയ്യുമ്പോൾ ഇലയൊക്കെ പെട്ടെന്ന് ഉണ്ടാവുന്നു,
അതുപോലെ ഒരു വിത്ത് നല്ല മണ്ണിലിട്ട് അത് വളരുന്നു, ഇല്ലെങ്കിൽ അത് വളരില്ല. അവിടെ ഒരു തരത്തിലുള്ള അഭിനയങ്ങളുമില്ല. മനുഷ്യരങ്ങനെയല്ല. മനുഷ്യൻ ഒന്ന് കിട്ടിയാൽ വേറൊന്നാണ്. അപ്പോൾ നമ്മൾ നോക്കിയാലറിയാം, വളരെ പ്രഗത്ഭരായിട്ടുള്ള സിനിമാ മേഖലയിലുള്ള ആക്ടേഴ്സ്, അവർക്ക് ഓൾറെഡി പേരുണ്ട്. അവർക്കത് പോരാ, പദവി വേണം. അപ്പോൾ ഒരു രാഷ്ട്രീയത്തിലിറങ്ങുന്നു, അവിടെ എത്തിയാലും അതും മതിയാവില്ല, വേറെ എന്തെങ്കിലും വേണം തോന്നും. കലാകാരന്മാർ, എഴുത്തുകാർ, കൂടുതൽ കൂടുതൽ നമുക്ക് അക്കംപ്ലിഷ്മെൻറ്റ് വരുമ്പോൾ കൂടുതൽ വേണമെന്ന് തോന്നും. ഇതാണ് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാവുന്നില്ല. അപ്പോൾ ആദ്യം വേണ്ടത് ആ ഒരു കൃതജ്ഞതയാണ്. എനിക്ക് ഈ ജീവൻ ലഭിച്ചുകൊണ്ടിരിക്കും, എനിക്കിപ്പോൾ സംസാരിക്കാനുള്ള കഴിവ് ഉണ്ട്, കണ്ണു തുറന്നാൽ കാണാനുള്ള കഴിവുണ്ട്. അത് ഞാൻ ചോദിച്ചു വാങ്ങിയതല്ല, എനിക്ക് തന്നതാണ്. ഞാൻ അതുള്ളതുകൊണ്ടാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസ് അതേപോലെ തന്നെ ബ്യൂട്ടിഫുള്ളാണ്. വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ നൽകുക, അതാണ് നമ്മൾ ശരിക്കും നൽകേണ്ട ഗുരുദക്ഷിണ. ദാജി എപ്പോഴും ഗുരുദക്ഷിണയെക്കുറിച്ച് പറയാറുണ്ട്. മാസ്റ്ററോടുള്ള ഗുരുദക്ഷിണ എന്ന് പറഞ്ഞാൽ മാസ്റ്റർ നൽകിയത് അൺഡൈല്യൂട്ടഡായിട്ട് എല്ലാവർക്കും നൽകുക എന്നുള്ളതാണ് ഗുരുദക്ഷിണ എന്ന് പറയുന്നത്. നമ്മളതുപോലെയാണോ? നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ സ്നേഹം, ഈശ്വരൻ, അത് അൺഡൈല്യൂട്ടഡായിട്ട് ഇവിടെ നൽകിക്കൊണ്ടിരിക്കുക. ആരേക്കാണ് നൽകുന്നത് നോക്കേണ്ട കാര്യമില്ല, വേണ്ട സ്ഥലത്ത് വേണ്ട രീതിയിൽ അത് പ്രകടമാവും. പാത്രം അറിഞ്ഞ് ഭിക്ഷ നൽകുക എന്നൊക്കെ പറയും. നമ്മൾ പാത്രം അറിയേണ്ട ആവശ്യമില്ല, നമ്മൾ നൽകിയ പാത്രം വേണ്ടതേ സ്വീകരിക്കുള്ളൂ. നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് കൂടിയാണ് നൽകുന്നത് വെച്ചാൽ നമ്മൾ കണക്ഷൻ മുകളിലേക്ക് വേണം. വേണ്ടത് സംഭവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനാഭാവത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെ വേണ്ടതേ സംഭവിക്കുള്ളൂ. ലഭിക്കുന്ന ആളുടെ അടുത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ആവശ്യമില്ല, നന്ദി പ്രകടനങ്ങൾ ആവശ്യമില്ല, സ്നേഹം ആവശ്യമില്ല. പലപ്പോഴും നമ്മൾ ആരെയാണോ ഏറ്റവും അധികം സഹായിച്ചത് അവർ നമ്മൾ ഉപദ്രവിക്കുകയും ചെയ്യും. ലോകത്തിലുള്ള പ്രതിഭാസമാണ്. അതെന്താണ് നമുക്ക് ഉപദ്രവിക്കാൻ തോന്നുന്നത്? കാരണം നമ്മൾ അവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണ കഥ എടുത്താൽ തന്നെ അറിയാം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇത്രയും എല്ലാവർക്കും സഹായിച്ചിട്ടും ഭഗവാനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. കാരണം മാസ്റ്റേഴ്സ് ജീവിതം നോക്കിയാലല്ല, മാസ്റ്റേഴ്സിനെ എല്ലാവരും ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മാസ്റ്റർക്ക് തോന്നുന്നില്ല. കാരണം എന്താണ്? അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നുള്ള ആ ഗ്രാറ്റിറ്റ്യൂഡ്, 100% ഗ്രാറ്റിറ്റ്യൂഡ്. ഇത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. ഇതാണ് ശരിക്കുള്ള ഗുരുദക്ഷിണ. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാതെ കൊടുക്കുക എന്ന് പറയുന്നതാണ്. പുഴ എപ്പോഴും കടലിലേക്കാണ് ഒഴുകുന്നത് ചാരിജി മഹാരാജ് പറയും. പുഴ ഒരിക്കലും കടലിനോട് പറയില്ല കുറച്ച് വെള്ളം കണ്ട് തരൂ എന്ന് പറയില്ല. പുഴയ്ക്ക് വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, കൊടുത്തുകൊണ്ടിരിക്കുന്നു. നമ്മളും അതുപോലെ തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് തിരിച്ചറിയാൻ തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ഒരു ബ്ലോക്കും ഇല്ലാണ്ട് പിന്നെയും അവസാനം ഞാനെന്നുള്ള ബോധം ഇല്ലാതെയായിട്ട് മാറുന്നു. ആ ഫ്ലോ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. അതാണ് ഹയ്യസ്റ്റ് പീക്ക് സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ നൽകിയിട്ടുണ്ടോ ലഭിച്ചിട്ടുണ്ടോ എന്നൊന്നും ചിന്തയില്ല. നമ്മളെപ്പോഴും ആ അനന്തമായിട്ടുള്ള സ്രോതസ്സിലേക്ക് തിരിഞ്ഞ് ഗ്രാറ്റിറ്റ്യൂഡിലിരിക്കുന്ന ഒരു സ്റ്റേജിലെത്തും. അപ്പോൾ അതിലേക്കുള്ളൊരു യാത്രയാണ് ശരിക്കും ഈ ജീവിതം. അപ്പോൾ നമുക്ക് ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് പ്രകടിപ്പിക്കാം. സ്കൂളുകളിൽ വേണ്ടത് നമ്മുടെ പഠനത്തിൽ ഗ്രാറ്റിറ്റ്യൂഡ്, കൃതജ്ഞത, കുടുംബത്തോടും രാജ്യത്തോടും ഇതിനേക്കാളെല്ലാം ഉപരി നമുക്കെല്ലാം തരുന്ന ആ സ്രോതസ്സിനോടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ സ്കൂളുകളിൽ വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമ്മുടെ എഡ്യൂക്കേഷൻ അതിൻ്റെ പർപ്പസ് ഫുൾഫിൽ ചെയ്യുള്ളൂ എന്നാണ് തോന്നുന്നത്. ഇതാണ് ശരിക്കും ബാലൻസ്ഡ് എക്സിസ്റ്റൻസ്. ലഭിക്കുന്നത് അതേ പ്യൂരിറ്റിയിൽ നൽകുക എന്നതാണ് ശരിക്കുള്ള ബാലൻസ്. ഞാനിവിടെ ഒന്നും റീറ്റെയിൻ ചെയ്യാതെ നൽകിക്കൊണ്ടിരിക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.